യുക്രൈൻ ഇന്ന് ലോകത്തിന് മുന്നിൽ ഒരു യുദ്ധക്കെടുതിയുടെ പ്രതീകമാണ്. റഷ്യൻ ആക്രമണത്തിൽ തകർന്നുപോയ അടിസ്ഥാന സൗകര്യങ്ങളും ലക്ഷക്കണക്കിന് അഭയാർത്ഥികളും തണുത്തുറഞ്ഞ സാമ്പത്തിക അവസ്ഥയും. എന്നാൽ രാജ്യത്തെ സാധാരണ ജനങ്ങൾ പ്രതിസന്ധിയുടെ കാണാക്കയത്തിൽ മുങ്ങിത്താഴുമ്പോൾ ഒരു കൂട്ടം ഉന്നതർ രാജ്യത്തിൻ്റെ ദുരിതം പണമുണ്ടാക്കാനുള്ള അവസരമായി കണ്ടുവെന്ന ഞെട്ടിക്കുന്ന വിവരങ്ങളാണിപ്പോൾ പുറത്തുവരുന്നത്. രാജ്യത്തിൻ്റെ ആണവോർജ്ജ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന $100 മില്യൺ അതായത് ഏകദേശം 830 കോടിയിലധികം ഇന്ത്യൻ രൂപയുടെ അഴിമതിയാണ് ഇപ്പോൾ യുക്രൈനിലെ പ്രധാന ചർച്ചാ വിഷയം. ഈ അഴിമതിയുടെ മുഖ്യ സൂത്രധാരൻ്റെ വീട്ടിൽ കണ്ടെത്തിയ സ്വർണം പൂശിയ ശുചിമുറി, അതായത് ഗോൾഡൻ ടോയ്ലറ്റ്, ആഡംബരത്തിൻ്റെ അവിശ്വസനീയമായ പ്രതീകമായി മാറിയതോടെയാണ് വിവാദം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധ നേടിയത്. ഈ അഴിമതി റിപ്പോർട്ടുകൾ കേവലം ഒരു സാമ്പത്തിക കുറ്റകൃത്യമായി ഒതുങ്ങുന്നില്ല. ഇത് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുടെ രാഷ്ട്രീയ ഭാവിക്കും പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൈനിക സാമ്പത്തിക സഹായങ്ങളുടെ വിശ്വാസ്യതയ്ക്കും കനത്ത വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. വിവാദം കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത് യുക്രൈൻ്റെ ദേശീയ ആണവ ഏജൻസിയായ എനർഗോ ആറ്റം കേന്ദ്രീകരിച്ചാണ്. ആണവ നിലയങ്ങളുടെ സുരക്ഷ, പരിപാലനം, രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള ആണവോർജ്ജ വിതരണം എന്നിവയുടെ ചുമതലയുള്ള അതീവ തന്ത്രപ്രധാനമായ ഒരു സ്ഥാപനമാണിത്. യുദ്ധം ഏറ്റവും കഠിനമായ അവസ്ഥയിൽ തുടരുമ്പോൾ എനർഗോ ആറ്റമിൻ്റെ ഉപകരണങ്ങൾ വാങ്ങുന്നതിലും മറ്റ് കരാറുകളിലുമായിരുന്നു വൻതോതിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നത്. ആവശ്യമായതിലും വളരെ ഉയർന്ന വിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുക, ഗുണനിലവാരം കുറഞ്ഞ സാധനങ്ങൾ ഉപയോഗിക്കുക, കണക്കുകളിൽ കൃത്രിമം കാണിക്കുക തുടങ്ങിയ മാർഗങ്ങളിലൂടെയാണ് $100 മില്യൺ പൊതുമുതൽ തട്ടിയെടുത്തത്. രാജ്യത്തിൻ്റെ അഴിമതി വിരുദ്ധ ഏജൻസി തന്നെ നടത്തിയ അന്വേഷണത്തിലാണ് ഞെട്ടിക്കുന്ന ഈ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത്. യുദ്ധത്തിൻ്റെ മറവിൽ സുതാര്യത കുറവായ കരാറുകളിലൂടെയാണ് ഈ വൻ അഴിമതി നടത്തിയത് എന്നതും ശ്രദ്ധേയമാണ്. ഈ അഴിമതി വെളിപ്പെടുത്തലിൻ്റെ ഏറ്റവും വലിയ പ്രത്യാഘാതം നേരിടുന്നത് പ്രസിഡന്റ് സെലൻസ്കി തന്നെയാണ്. കാരണം അഴിമതിക്ക് പിന്നിൽ പ്രവർത്തിച്ച മുഖ്യ പ്രതികളുമായും സൂത്രധാരന്മാരുമായും സെലൻസ്കിക്ക് നേരിട്ടുള്ള ബന്ധമുണ്ടായിരുന്നു എന്നതാണ് ആരോപണം. അഴിമതിയുടെ പ്രധാന സൂത്രധാരന്മാരിൽ ഒരാൾ സെലൻസ്കിയുടെ അടുത്ത സുഹൃത്തും റഷ്യ യുക്രൈൻ സമാധാന ശ്രമങ്ങളുടെ ചുമതലക്കാരനുമായിരുന്ന ചീഫ് ഓഫ് സ്റ്റാഫ് ആന്ദ്രി യെർമാക് ആണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഈ ആരോപണങ്ങളെ തുടർന്ന് ആന്ദ്രി യെർമാക് രാജിവെച്ചത് സർക്കാരിന് മേൽ സമ്മർദ്ദം വർദ്ധിപ്പിച്ചു. സെലൻസ്കി അധികാരത്തിൽ വന്നത് തന്നെ അഴിമതിക്കെതിരെ നടത്തുന്ന പോരാട്ടമെന്ന വാഗ്ദാനവുമായാണ്. എന്നാൽ സ്വന്തം അടുപ്പക്കാർ തന്നെ രാജ്യത്തെ ഒറ്റിക്കൊടുത്ത് പണം കവരുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതിച്ഛായയ്ക്ക് വലിയ കോട്ടമുണ്ടാക്കി. യുദ്ധം പോലെയുള്ള ഒരു ദേശീയ പ്രതിസന്ധിയിൽ നേതൃത്വത്തിൻ്റെ ഈ വീഴ്ച ജനങ്ങൾക്കിടയിൽ വലിയ രോഷവും പ്രതിഷേധവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ വിശ്വാസ്യതയുടെ ഒരു പ്രതിസന്ധിയാണ് യുക്രൈനിൽ സൃഷ്ടിച്ചിരിക്കുന്നത്. അഴിമതിയുടെ വ്യാപ്തിയേക്കാൾ ജനങ്ങളെയും ലോകത്തെയും ഞെട്ടിച്ചത് മുഖ്യപ്രതിയുടെ വീട്ടിൽ കണ്ടെത്തിയ ധൂർത്തിൻ്റെ അടയാളങ്ങളാണ്. സ്വർണം പൂശിയ ശുചിമുറി, ആഡംബര ഫർണിച്ചറുകൾ, വിലയേറിയ കലാസൃഷ്ടികൾ എന്നിവ ഉൾപ്പെടുന്ന സ്വകാര്യ ശേഖരത്തിൽ യുദ്ധക്കെടുതിയിൽപ്പെട്ട രാജ്യത്തെ പൗരന്മാർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ഈ ഗോൾഡൻ ടോയ്ലറ്റ് വെറുമൊരു വീട്ടുപകരണമല്ല, അത് യുക്രൈൻ രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ തകർച്ചയുടെയും ഉദ്യോഗസ്ഥ മേധാവികളുടെ അന്ധമായ അത്യാഗ്രഹത്തിൻ്റെയും പ്രതീകമായി മാറി. റഷ്യൻ ആക്രമണങ്ങൾക്കിടയിലും വിദേശ സഹായവും രാജ്യത്തിൻ്റെ വരുമാനവും ഉപയോഗിച്ച് ഒരു കൂട്ടം ആളുകൾ നടത്തിയ ഈ ധൂർത്ത് സഹായം നൽകുന്ന യൂറോപ്യൻ രാഷ്ട്രങ്ങളുടെയും അമേരിക്കയുടെയും മുന്നിൽ യുക്രൈൻ്റെ പ്രതിച്ഛായയെ ചോദ്യം ചെയ്യുകയാണ്. പൗരന്മാർ അതിജീവിക്കാൻ കഷ്ടപ്പെടുമ്പോൾ ഭരണകൂടത്തിൻ്റെ ഭാഗമായവർ സ്വന്തം സുഖസൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഒരു പോരാളിയായ രാഷ്ട്രം എന്ന പ്രതിച്ഛായയ്ക്ക് വിരുദ്ധമായാണ്. ഈ അഴിമതി വിവാദം ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമായി ഒതുങ്ങുന്നില്ല, മറിച്ച് ഇതിന് പിന്നിൽ റഷ്യയുടെ വിവര യുദ്ധം, അതായത് ഇൻഫർമേഷൻ വാർഫെയ്സ് എന്ന രഹസ്യ ആയുധമാണോ എന്ന സംശയവും ശക്തമാണ്. യുദ്ധകളത്തിൽ നേരിട്ടുള്ള പോരാട്ടത്തിനൊപ്പം തന്നെ റഷ്യൻ സൈന്യം വിവരയുദ്ധത്തിലും ശക്തമായ ഇടപെടൽ നടത്തുന്നുണ്ട്. വിദേശ സഹായങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ അഴിമതി ആരോപണങ്ങൾ ശക്തമാകുമ്പോൾ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ ആഴത്തിലുള്ളതായിരിക്കും. ഒന്നാമതായി, ഈ വിവാദങ്ങൾ പാശ്ചാത്യ രാജ്യങ്ങളെ കൂടുതൽ ജാഗരൂകരാക്കാനും യുക്രൈന് നൽകുന്ന സാമ്പത്തിക സൈനിക സഹായം വെട്ടിക്കുറയ്ക്കാനോ കൂടുതൽ പരിശോധനകൾക്ക് വിധേയനാക്കാനോ സാധ്യതയുണ്ട്. രണ്ടാമതായി, ഈ ആരോപണങ്ങൾ യുക്രൈൻ ജനതയുടെ ഇടയിൽ പ്രസിഡന്റ് സെലൻസ്കി സർക്കാരിനോടുള്ള വിശ്വാസം നഷ്ടപ്പെടുത്തുകയും അത് ആഭ്യന്തരമായ പ്രതിഷേധങ്ങൾക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും വഴി തുറക്കുകയും ചെയ്യും. ഈ സാഹചര്യങ്ങൾ റഷ്യയുടെ താൽപ്പര്യങ്ങൾക്ക് ഗുണകരമാവുകയും യുക്രൈൻ്റെ പ്രതിരോധ ശേഷിക്ക് മേൽ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യും. ഈ സാഹചര്യങ്ങൾ റഷ്യയ്ക്ക് കൂടുതൽ രാഷ്ട്രീയപരവും സൈനികപരവുമായ മേൽക്കൈ നൽകാൻ സാധ്യതയുമുണ്ട്. യുക്രൈൻ അഴിമതി നിറഞ്ഞ രാജ്യമാണ് എന്ന് വരുത്തി തീർക്കുന്നത് റഷ്യയുടെ താൽപ്പര്യങ്ങൾക്ക് സഹായകരമായേക്കാം. അതുകൊണ്ട് തന്നെ ഈ അഴിമതി കഥകൾ പുറത്തു വന്നതിൻ്റെ സമയക്രമവും അതിൻ്റെ തീവ്രതയും റഷ്യയുടെ തന്ത്രപരമായ ഇടപെടലിൻ്റെ ഭാഗമായിരുന്നോ എന്നൊരു ചോദ്യം അന്താരാഷ്ട്ര നിരീക്ഷകർ ഉയർത്തുന്നുണ്ട്. ഗോൾഡൻ ടോയ്ലറ്റ് അഴിമതി എന്ന ഈ സംഭവം
യുക്രൈനിലെ യുദ്ധക്കെടുതികൾക്കിടയിലും രാജ്യത്ത് അഴിമതിയുടെ വേരുകൾ എത്ര ആഴത്തിൽ പടർന്നിരിക്കുന്നു എന്ന് ലോകത്തിന് മുന്നിൽ വെളിപ്പെടുത്തി. ഈ വിവാദം കാരണം പ്രസിഡന്റ് സെലൻസ്കി കടുത്ത പ്രതിസന്ധിയിലാണ്. 2 തലത്തിലുള്ള സമ്മർദ്ദങ്ങളാണ് അദ്ദേഹം ഇപ്പോൾ നേരിടുന്നത്. ഒന്ന്, ആഭ്യന്തര സമ്മർദ്ദം. ഇതിനെ മറികടക്കാൻ അഴിമതിക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ച് സ്വന്തം പ്രതിച്ഛായ എത്രയും പെട്ടെന്ന് വീണ്ടെടുക്കേണ്ടതുണ്ട്. 2, അന്താരാഷ്ട്ര സമ്മർദ്ദം. യുക്രൈന് വൻതോതിൽ സഹായം നൽകുന്ന വിദേശ രാജ്യങ്ങൾ ഈ പശ്ചാത്തലത്തിൽ നൽകുന്ന ധനം ദുരുപയോഗം ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായി സുതാര്യതയും സാമ്പത്തിക ഇടപാടുകളിലെ ഉത്തരവാദിത്വവും ഉറപ്പാക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുന്നു. ഈ പ്രതിസന്ധി മറികടക്കാൻ സെലൻസ്കിക്ക് അഴിമതിക്കാർക്കെതിരെ ഒരു ദയയുമില്ലാത്ത ശുദ്ധീകരണ യജ്ഞം നടത്തേണ്ടി വരും. അല്ലെങ്കിൽ റഷ്യൻ സൈന്യം ഏൽപ്പിക്കുന്നതിനേക്കാൾ വലിയ ആഘാതം സ്വന്തം ഭരണകൂടത്തിൻ്റെ അഴിമതി യുക്രൈന് ഏൽപ്പിക്കും. യുദ്ധം ചെയ്യുന്ന ഒരു രാജ്യത്തിന് ധാർമ്മികതയും വിശ്വാസ്യതയും നഷ്ടപ്പെട്ടാൽ അതിജീവനത്തിനുള്ള പോരാട്ടം കൂടുതൽ കഠിനമാകും എന്നൊരു സന്ദേശമാണ് ഈ സ്വർണം പൂശിയ ശുചിമുറി ലോകത്തിന് നൽകുന്നത്.